നിൽക്കുന്നത് ജോർജിയയിൽ അറ്റ്ലാന്റയിൽ സമീപത്തൂടെ ഒഴുകുന്നതായിരിക്കുന്ന മനോഹരമായിരിക്കുന്ന ഒരു നദിയുടെ തീരത്താണ്. ഈ നദി കാണാനായിട്ട് ഇവിടെയുള്ളതായിരിക്കുന്ന ധാരാളം പേര് ഇതിൻ്റെ പരിസരങ്ങളിലായിട്ട് നിന്ന് ഈ മനോഹരമായിരിക്കുന്ന നദിയുടെ മനോഹരിത ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളും ഇത് കാണുവാനായിട്ട് ഇവിടെ വന്ന് നിൽക്കുകയാണ്. ഈ അവസരത്തിൽ എൻ്റെ ഹൃദയത്തിൽ കൂടെ കടന്നുപോയതായിരിക്കുന്ന ഒരു ചിന്ത 46-ാം സങ്കീർത്തനം 5-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ഒരു നദി ഉണ്ട്, അത് ദൈവത്തിൻ്റെ വിശുദ്ധ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നു. ഈ ഒഴുകുന്നതായിരിക്കുന്ന താൽക്കാലികമായിരിക്കുന്ന നദി ഇത്രയും ആളുകൾക്ക് ആനന്ദവും സന്തോഷവും പകരുന്നു എങ്കിൽ ആ ജീവജലത്തിൻ്റെ നദിയായിരിക്കുന്ന നദി എത്രയോ സന്തോഷം ഉളവാക്കുന്നതാണ്. പക്ഷേ ആ നദി, പരിശുദ്ധാത്മാവാകുന്ന നദി ഉളവാക്കുന്നതായിരിക്കുന്ന സന്തോഷം നൈമിഷികമായിരിക്കുന്നതോ താൽക്കാലികമായിരിക്കുന്നതോ ജഡീകമായിരിക്കുന്നതോ സന്തോഷമല്ല. അതിനപ്പുറത്തായിട്ട് നമ്മുടെ മാനസികമായിരിക്കുന്ന അവസ്ഥയിൽ, നമ്മുടെ ഹൃദയത്തിൽ ഉള്ളതായിരിക്കുന്ന അനേക ദുഃഖങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും സങ്കടങ്ങളിൽ നിന്നും നമുക്ക് സന്തോഷം പകരുന്നതായിരിക്കുന്ന പരിശുദ്ധാത്മാവാകുന്ന നദിയാണ്. ആ പരിശുദ്ധാത്മാവായിരിക്കുന്ന നദി നമുക്ക് അതിലിറങ്ങണമെങ്കിൽ, ആ പരിശുദ്ധാത്മാവിനെ നമ്മൾ പ്രാപിക്കണമെങ്കിൽ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെട്ട് ദൈവത്തിൻ്റെ കൽപ്പനയാകുന്ന സ്നാനം സ്വീകരിച്ച് ആ പരിശുദ്ധാത്മാവാകുന്ന വാഗ്ദത്തം നമുക്ക് പ്രാപിക്കാനായിട്ട് സാധിക്കും. ആ നിലയിലുള്ളതായിരിക്കുന്ന ആ പരിശുദ്ധാത്മാവാകുന്ന നദി നമ്മൾ ഇറങ്ങി ആ പരിശുദ്ധാത്മാവെന്ന ദാനം നമ്മൾ പ്രാപിച്ചു കഴിയുമ്പോൾ നമ്മുടേതായിരിക്കുന്ന മനസ്സിലുള്ളതായിരിക്കുന്ന വിഷമങ്ങളെ, സങ്കടങ്ങളെ, പാപത്തിൻ്റേതായിരിക്കുന്ന കയ്പും വേദനയും സങ്കടവുമായിരിക്കുന്ന എല്ലാ അവസ്ഥകളും മാറി നമുക്ക് ആത്മാവിൽ സന്തോഷിപ്പാനായിട്ട് സാധിക്കും. ആത്മീകമായിരിക്കുന്ന സന്തോഷമുള്ളവരായിട്ട് ജീവിതത്തിൽ മുമ്പോട്ട് പോകുവാൻ ഈ അവസരം നിങ്ങൾക്കും ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തുന്നു. കർത്താവ് ഇതിനെ സഹായിക്കും.